ഈജിപ്തിലെ പുരാതന ഫറവോമാരുടെ കല്ലറകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ശാപവാക്കുകളിൽ ഒന്നിങ്ങനെയാണ്. ഫറവോമാരുടെ ശാപം എന്നൊരു മിത്ത് തന്നെ ഈജിപ്തിലുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള സിനിമകളും നമുക്കറിയാം. ഫറവോമാരെ ശല്യപ്പെടുത്തുന്നവർ ആരായാലും, അത് കൊള്ളക്കാരാകട്ടെ പുരാവസ്തു ഗവേഷകരാകട്ടെ, അവരെ ശാപം വിടാതെ പിന്തുടരുമെന്നാണ് കൺസെപ്റ്റ്. അതെന്തായാലും പുരാതന ഈജിപ്തിനെ കുറിച്ചും ഈജിപ്തുകാർ അമൂല്യമായി കാത്തു സൂക്ഷിച്ച മമ്മികളും ആധുനിക ലോകത്തിന് എന്നും അത്ഭുതവും കൗതുകവുമാണ്. പറഞ്ഞു വരുന്നത് ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന 18ാം രാജവംശത്തിലെ രാജാവായ തുത്മോസ് രണ്ടാമനെ കുറിച്ചാണ്. കാലങ്ങളായി മറഞ്ഞുകിടക്കുന്ന തുത്മോസ് രണ്ടാമന്റെ ശവകുടീരം ഗവേഷകർ കണ്ടെത്തിയത് ആഴ്ചകൾക്ക് മുമ്പാണ്. ഈജിപ്തിൽ ഇതിനു മുമ്പൊരു ഫറവോയുടെ കല്ലറ തുറക്കുന്നത് തൂത്തൻഖാമന്റേതായിരുന്നു. ആ കല്ലറ തുറന്നിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. അതിനുശേഷം അത്രയും രാജപ്രൗഢിയുള്ള കല്ലറ കണ്ടെത്തുന്നത് തുത്മോസ് രണ്ടാമന്റേതാണ്. നിരവധി ഫറവോമാരുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും അടക്കം ചെയ്ത നൈൽ നദിക്കടുത്തുള്ള മരിച്ചവരുടെ നഗരമായ രാജാക്കന്മാരുടെ താഴ്വരയ്ക്ക് സമീപമാണ് കല്ലറ കണ്ടെത്തിയത്. തൂത്തൻഖാമൻ ജീവിച്ചിരുന്നതിനും 100 വർഷത്തിലേറെ മുമ്പ് അതേ 18ാം രാജവംശത്തിലായിരുന്നു തുത്മോസ് രണ്ടാമൻ ജീവിച്ചിരുന്നത്. തൂത്തൻഖാമന്റേത് പോലെ തന്നെ സമ്പന്നമായ ശവകുടീരമായിരുന്നു തുത്മോസ് രണ്ടാമന്റേതും എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ അതിലെന്താണ് ഇത്ര അതിശയിക്കാൻ എന്നാണല്ലേ? കാരണങ്ങൾ അനവധിയുണ്ട്, അതിലേറെ നിഗൂഢതകളും. ആരാണ് തുത്മോസ് രണ്ടാമൻ? ഈജിപ്തിലെ ശക്തനായ ഫറവോ ആയിരുന്ന തുത്മോസ് ഒന്നാമന്റെ മകനാണ് തുത്മോസ് രണ്ടാമൻ. ശക്തയായ ഈജിപ്ഷ്യൻ രാജ്ഞി ഹാഷപുട്സിന്റെ ഭർത്താവും അർദ്ധ സഹോദരനും. തുത്മോസ് രണ്ടാമന്റെ മരണശേഷം 20 വർഷത്തിലേറെ ഫറവോ ആയിരുന്നത് ഹാഷപുട്സ് ആയിരുന്നു. തുത്മോസ് രണ്ടാമന് മറ്റൊരു ഭാര്യയിൽ ജനിച്ച പുത്രനാണ് തുത്മോസ് മൂന്നാമൻ അഥവാ ഗ്രേറ്റ് തുത്മോസ്. ഇനി ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയ തുത്മോസ് രണ്ടാമന്റെ കല്ലറയിലേക്ക് വരാം. അതിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലേക്ക്. തുത്മോസ് രണ്ടാമന്റെ അടക്കം ഇന്നും ഒരു ചരിത്ര രഹസ്യമായി തുടരുകയാണ്. അദ്ദേഹത്തിന്റെ പൂർവികരുടെ സംസ്കാരം പിരമിഡുകളിലോ പ്രശസ്തമായ കിങ്സ് വാലിയിലോ ആയിരിക്കെ തുത്മോസിന്റെ ശവകുടീരം കിങ്സ് വാലിയിൽ നിന്ന് 2 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറി ഏകാന്തമായിരുന്നു. അദ്ദേഹത്തിന്റെ ശവകുടീരം ഒറ്റപ്പെട്ടത് മാത്രമായിരുന്നില്ല, അതിനൊപ്പം വലിയൊരു ദുരന്തവും ഉണ്ടായി. അടക്കം കഴിഞ്ഞ ഉടൻ വലിയൊരു പ്രളയത്തിൽ ഈ സ്ഥലം നശിച്ചു. തുടർന്ന് പുരാതന ഈജിപ്തുകാർ അദ്ദേഹത്തിന്റെ മമ്മിയും അതിനൊപ്പം ഉണ്ടായിരുന്ന വസ്തുക്കളുമെല്ലാം മറ്റൊരിടത്തേക്ക് മാറ്റിയെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ അത് എവിടെയാണെന്നായിരുന്നു പ്രധാന ചോദ്യം. മറ്റൊരു ചോദ്യം, തുത്മോസ് രണ്ടാമന്റെ ഭാര്യയും അർദ്ധ സഹോദരിയും പിന്നീട് ഫറവോയുമായ ഹാഷപുട്സ്, രാജാക്കന്മാരുടെ താഴ്വരയിൽ സംസ്കരിക്കപ്പെട്ട ആദ്യത്തെ പുരാതന ഈജിപ്ഷ്യൻ ഭരണാധികാരി, തന്റെ ഭർത്താവിനെ മറ്റെവിടെയെങ്കിലും സംസ്കരിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നാണ്. ഗവേഷകർക്ക് ആദ്യം കണ്ടെത്തേണ്ടിയിരുന്നത് മറ്റൊന്നായിരുന്നു. തുത്മോസ് രണ്ടാമന്റെ പുതുതായി കണ്ടെത്തിയ ശവകുടീരത്തിനടുത്തുള്ള ഭീമാകാരമായ അവശിഷ്ട കൂമ്പാരത്തിൽ അദ്ദേഹത്തിന്റെ മമ്മി സൂക്ഷിച്ചിരുന്ന മറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ശവകുടീരം ഉണ്ടോ എന്ന്. അങ്ങനെ ഒരു ടോംബ് ഉണ്ടെങ്കിൽ അത് നശിക്കാതെ ലോക ശ്രദ്ധ കാത്ത് മണ്ണിനടിയിൽ മറഞ്ഞിരിപ്പുണ്ടാകുമെന്ന് ഗവേഷകർ പ്രതീക്ഷിക്കുന്നു. തുത്മോസിന്റെ മമ്മി 1881 കണ്ടെത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ കല്ലറ ഇത്രയും കാലം അജ്ഞാതമായിരുന്നു. മമ്മിക്കൊപ്പം ഉണ്ടാകേണ്ട അമൂല്യമായ വസ്തുക്കളും പൂർണ്ണമായി അപ്രത്യക്ഷമായിരുന്നു. അവ കാലക്രമേണ നഷ്ടപ്പെട്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും കൊള്ള സംഘത്തിന്റെ കൈകളിലെത്തിയോ, അതുമല്ലെങ്കിൽ പിന്നീട് നടന്ന അടക്കങ്ങൾക്ക് ഉപയോഗിച്ചോ? ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തുത്മോസിന്റെ നഷ്ടപ്പെട്ട ആഭരണങ്ങളും ശവവസ്തുക്കളും വീണ്ടും കണ്ടെത്താനാവുമോ എന്ന് പ്രതീക്ഷിച്ചു. എന്തുകൊണ്ട് തുത്മോസിനെ രാജാക്കന്മാരുടെ വാലിയിൽ അടക്കം ചെയ്തില്ല? 2022 ഒക്ടോബറിലാണ് പുരാവസ്തു ഗവേഷകർ തുത്മോസിന്റെ ശവകുടീരം ആദ്യമായി കണ്ടെത്തിയത്. എന്നാൽ സമീപകാല വിശകലനത്തിലൂടെയാണ് അത് 3500 വർഷങ്ങൾക്ക് മുൻപ് ഭരിച്ചിരുന്ന തുത്മോസ് രണ്ടാമനുമായി ബന്ധിപ്പിക്കുന്നത്. ശവകുടീരത്തിൽ നിന്ന് കണ്ടെത്തിയ അലബാസ്റ്റർ ഭരണിയിൽ തുത്മോസ് രണ്ടാമനെ ആ സ്ഥലത്ത് അടക്കം ചെയ്തത് ഹാഷപുട്സ് ആണെന്ന് പറയുന്ന ഒരു ലിഖിതമുണ്ട്. അതിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്: ദൈവത്തിന്റെ ഭാര്യയായ മഹാനായ ഹാഷപുട്സ്, പ്രിയപ്പെട്ട ഒസീരിസിന് ശാശ്വത ജീവൻ നൽകിയ 2 ദേശങ്ങളുടെ പ്രഭുവായ തുത്മോസിനെ തന്റെ സഹോദരന് വേണ്ടി നിർമ്മിച്ചത്. ചോദ്യം ഇതായിരുന്നു: എന്തുകൊണ്ട് ഹാഷപുട്സ് തുത്മോസിന്റെ ശവകുടീരം മറ്റൊരു ഫറോവോയും ഉപയോഗിക്കാത്ത സ്ഥലത്ത് നിർമ്മിക്കുകയും സ്വന്തം ശവകുടീരം രാജാക്കന്മാരുടെ താഴ്വരയിൽ ഒരുക്കുകയും ചെയ്തു? ഒരു പക്ഷേ ഹാഷപുട്സിന്റെ മേൽനോട്ടത്തിൽ തുത്മോസ് തന്നെയാകാം ഈ ശവകുടീരം നിർമ്മിച്ചതെന്നും
അതല്ലെങ്കിൽ ആ കാലത്ത് രാജാക്കന്മാരുടെ താഴ്വര ഈജിപ്ഷ്യൻ ഫറവോമാരുടെ സാധാരണ ശവകുടീരമായി സ്വീകരിച്ചിരുന്നില്ല എന്നുമാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ തിയറിയെ സാധൂകരിക്കുന്ന ചില സൂചനകളും ഗവേഷകർ കണ്ടെത്തിയിരുന്നു. തുത്മോസ് രണ്ടാമന്റെ ശവകുടീരത്തിൽ നിന്നും 500 മീറ്റർ മാറി പൂർത്തിയാകാത്ത മറ്റൊരു ശവകുടീരം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഹാഷറ്റ്പുട്സിന് വേണ്ടി നിർമ്മിച്ചതാകാം എന്നാണ് കരുതുന്നത്. തുത്മോസിന്റെ കാലശേഷം 7 വർഷങ്ങൾ കഴിഞ്ഞാണ് ഹാഷറ്റ്പുട്സ് ഫറവോ ആകുന്നത്. അതിനുശേഷം അവരുടെ മരണത്തോടെ വാലി ഓഫ് കിങ്സ് രൂപീകൃതമായിട്ടുണ്ടാകാം. രാജാക്കന്മാരുടെ താഴ്വരയിൽ സംസ്കരിക്കപ്പെട്ട ആദ്യത്തെ പുരാതന ഈജിപ്ഷ്യൻ ഭരണാധികാരിയാണ് ഹാഷറ്റ്പുട്സ് എന്നതിനാൽ തന്നെ തുത്മോസിന്റെ ശവകുടീരം മറ്റൊരിടത്തായതിൽ നിഗൂഢതകൾ ഇല്ലെന്നും ഗവേഷകർ പറയുന്നു. ഹാഷറ്റ്പുട്സിന് അത്ര താല്പര്യമുള്ള ഭർത്താവായിരുന്നില്ല തുത്മോസ് എന്നാണ് മറ്റൊരു തിയറി. അതിനാലാണ് അദ്ദേഹത്തിൽ നിന്ന് മാറി മറ്റൊരിടത്ത് അവർ തന്റെ ശവകുടീരം ഒരുക്കിയതെന്നാണ് വാദം. പക്ഷേ ഇതിന് തെളിവുകളില്ല. മാത്രമല്ല, തുത്മോസിന് വേണ്ടി ഹാഷറ്റ്പുട്സ് ആലേഖനം ചെയ്ത വാക്കുകൾ ഈ വാദത്തെ ഖണ്ഡിക്കുന്നു. എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തുത്മോസ് ജീവിച്ചിരിക്കുമ്പോഴാണ് ശവകുടീരം തയ്യാറാക്കിയതെങ്കിൽ ആ വാക്കുകൾ ഹാഷറ്റ്പുട്സ് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണോ ചേർത്തത് എന്നും ചോദ്യമാണ്. തുത്മോസിന്റെ ശവകുടീരം കണ്ടെത്തിയതിന് പിന്നാലെ ഉയർന്ന മറ്റൊരു ചോദ്യമാണ് അദ്ദേഹത്തിന് രണ്ടാമതൊരു ടോംബ് കൂടി ഉണ്ടായിരുന്നോ എന്ന്. ഇപ്പോൾ കണ്ടെത്തിയ മുറി വിശാലമാണെങ്കിലും അത് ശൂന്യമായിരുന്നു. ഫറവോമാരുടെ ശവകുടീരത്തിൽ ഉണ്ടാകേണ്ടതായ യാതൊന്നും അവിടെ നിന്ന് കണ്ടെത്താനായിട്ടില്ല. തുത്മോസിനെ അടക്കം ചെയ്ത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായ പ്രളയത്തെ തുടർന്ന് ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മമ്മിയും മറ്റു വസ്തുക്കളും മറ്റൊരിടത്തേക്ക് മാറ്റിയതായാണ് കരുതപ്പെടുന്നത്. ശവകുടീരത്തിന് സമീപത്തായുള്ള ഭീമൻ മൺകൂനയിൽ അങ്ങനെ ഒരു രഹസ്യ ടോംബ് കൂടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഗവേഷകർ. ചുണ്ണാമ്പ് കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച 75.5 അടി ഉയരമുള്ള കുന്ന് കുഴിച്ചു ചെന്നാൽ തങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വലിയ അധ്വാനവും പണവും വേണ്ടിവരുന്ന പര്യവേഷണമാകും അത്. ആ കുന്നിനുള്ളിലേക്ക് ചെന്നാൽ തുത്മോസ് രണ്ടാമന്റെ കാണാമറയത്തുള്ള സ്വത്തുക്കൾ കണ്ടെത്താനാകുമോ? കാത്തിരിക്കാം.